ഒന്ന് ഫ്രഷായപ്പോ എന്ത് വിശ്വാസം. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെന്താ, ഓടണോ? ഓ, ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നുന്നു. അതെ, ഞാൻ ഇത്തിരി ദേഷ്യത്തിലാ. എന്നെ സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? എടി, നിനക്കറിയില്ലേ ഓഫീസിലെ കാര്യങ്ങള്? എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടേ? എന്ത് പറഞ്ഞാലും ഒരു ഓഫീസ്. അല്ലെങ്കിലും ബോബിക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. നീ ഇങ്ങ് വന്നേ. ഇങ്ങ് വാ. എന്തിനാ? ഇങ്ങ് വാ, പറയാം. സ്വന്തം കാര്യം നോക്കാൻ നല്ല മിടുക്ക. ഇങ്ങ് വാ, ഇരിക്കേ. നീ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ പിണങ്ങിയാൽ എങ്ങനെയാ? ഇത് ചെറിയ കാര്യമൊന്നുമല്ല. എത്ര നാളായി പോവാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. നമുക്ക് നാളെ സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ഉവ്വ്, ബോബിക്ക് ഇപ്പൊ പഴയ പോലെ സ്നേഹമൊന്നുമില്ല. സെലിനല്ലാതെ പിന്നെ ആരെയും ഞാൻ സ്നേഹിക്കാൻ? ഹലോ. നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഇപ്പൊ കിടന്നതേ ഉള്ളൂ. ഇവിടെ ഹർത്താൽ കാരണം 2 ദിവസം ഒഴിവാ. ഞാൻ അങ്ങോട്ട് വരുവാ. എനിക്ക് നിന്നോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജിമ്മിച്ചൻ വൈകിട്ടത്തെ ട്രെയിൻ തന്നെയല്ലേ വരിക? അതെ. എന്നാ പിന്നെ വരുമ്പോ കാണാം. ഞാൻ വരുമ്പോ എന്തെങ്കിലും വാങ്ങണോ നിനക്ക്? വേണ്ട, ജിമ്മിച്ചൻ വേഗം വന്നേച്ചാ മതി. എന്നാ ശരി, വെക്കട്ടെ. എന്ത് പറയുന്നു നിന്റെ ജിമ്മിച്ചൻ? നാളെ കഴിഞ്ഞ് വരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും ബോബി? എന്ത് ചെയ്യാൻ? നമ്മുടെ പ്ലാൻ ഇത്തിരി നേരത്തെ ആക്കുന്നു, അത്ര തന്നെ. എന്ത്, ഒളിച്ചോടാനോ? ബോബി എന്താ ഉദ്ദേശിക്കുന്നേ? സെലിൻ, നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ? നമ്മൾ പരിചയപ്പെട്ടു, അടുത്തു. ഇനി എന്തു വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരുമിച്ച് നേരിടും. നമ്മൾ എങ്ങോട്ട് പോകും ബോബി? എങ്ങനെ ജീവിക്കും? എന്റെ സുഹൃത്ത് ബാംഗ്ലൂരുണ്ട്, അങ്ങോട്ട് പോവാം. പിന്നെ ജീവിക്കാൻ എന്തെങ്കിലും ആവശ്യത്തിന് പണമുണ്ട്. ഇനി എന്നാ നിന്റെ സംശയം? ബോബിക്ക് എല്ലാം തമാശയാ. എനിക്ക് പേടിയാവുന്നു. ഇനി ഒന്നും തീരുമാനിക്കാനില്ല, നമ്മൾ നാളെ തന്നെ പോകുന്നു. ബോബി എന്തിനുള്ള പുറപ്പാടാ? എനിക്ക് പേടിയാവുന്നു. സെലിൻ, നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് ബോബിയെ മാത്രമേ വിശ്വാസമുള്ളൂ. ഞാൻ ജീവിക്കുന്ന തന്നെ ബോബിക്ക് വേണ്ടിയാ. അപ്പൊ ഒന്നും ആലോചിക്കാനില്ല. നാളെ 7 മണിക്ക് ഞാൻ പണവുമായി വരും. നീ റെഡി ആയിട്ടിരിക്കണം, ഓക്കെ? ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. 7 മണിക്ക് കേട്ടോ? ഹലോ സെലിൻ, ഞാനാ ബോബി. ഞാൻ പേടിച്ചു പോയി. എന്നാ പറ്റി? ഞാൻ കരുതി ജിമ്മിച്ചനായിരിക്കുമെന്ന്. ബോബി സൂക്ഷിക്കണം, എങ്ങാനും പിടിക്കപ്പെട്ടാ. ഇങ്ങനെ ഒരു തൊട്ടാവാടി. അപ്പൊ പറഞ്ഞതുപോലെ 7 മണിക്ക് കാണാം, ഓക്കെ? ഓക്കെ.
subscriber you have called is busy. ശ്ശേ. ശ്ശേ. എന്താ ബോബി ഇത്ര വൈകിയത്? ഒന്നും പറയണ്ട, മെയിൻ ബ്രാഞ്ചിൽ പോകേണ്ടി വന്നു. ക്യാഷ് വിഡ്രോ ചെയ്യണ്ടേ, പിന്നെ മുടിഞ്ഞ ട്രാഫിക്കും. എന്തായി, റെഡിയായോ? എല്ലാം റെഡിയായി. വാ വാ വാ, പെട്ടെന്ന് ഇറങ്ങണം. അതേടി, ഞാൻ തന്നെയാ. കുറച്ച് നാളായി നിന്നെക്കുറിച്ച് ചില സംശയങ്ങൾ തോന്നിയിട്ട്. നേരിട്ടറിയാൻ തന്നെയാ വന്നത്. നാണം ഉണ്ടോടാ നിനക്ക്? മറ്റൊരുത്തന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ നടക്കുന്നു. ഇന്ന് 2 ഞാൻ പോലീസിൽ പിടിപ്പിക്കും. ബോബി എന്തെങ്കിലും ചെയ്യ്. ജിമ്മി, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ജിമ്മിച്ചാ, എനിക്ക് മാപ്പ് തരണം. നീ ഒന്നും പറയണ്ടടി. നീ എന്താ കരുതിയത്? നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ മയങ്ങി വീണെന്നു? മണ്ടൻ. പണം, അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. സെലിൻ എന്നെ എല്ലാവരും അറിയിച്ചിരുന്നതിനാൽ ഈ നാടകം ഒരു വിഷമമേ ആയിരുന്നില്ല. സെലിന്റെ വലയിൽ വീഴുന്ന 5ാമത്തെ ഇര. സെലിൻ? ആരാടാ നിന്റെ സെലിൻ? നീ? അവന്റെ ഒരു പ്രണയം. നമുക്കിറങ്ങാം സെലിൻ, ഫ്ലൈറ്റിന് സമയം.